അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അതാ സീനത്ത് കാത്തിരിക്കുന്നു ഷെഫി ഉസ്താദിനെ. പതിവില്ലാതെ അവൾ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു, മോളെ എന്താ ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കണേ? അതേ, എൻ്റെ ഭർത്താവ് എത്തിയിട്ടില്ലല്ലോ. ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാത്ത ദിവസം ഷെഫി ഉസ്താദ് ഇവിടെ ഉണ്ടായാൽ മൈൻഡ് പോലും ചെയ്യാറില്ല. മോളെ, ഓനെ ഇപ്പോൾ കാത്തിരിക്കണ്ട. അതെന്താ? അല്ല മോള്, ഓൻ്റെ ഉസ്താദിന് സുഖമില്ലല്ലോ, അപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ അടുക്കലാണ്. നല്ല പൂത്ത്. ഇതിപ്പോൾ എന്ത് കഥയാണ്? എനിക്കറിയില്ല. എന്താ, ഉസ്താദിന് വേറെ കൂട്ടക്കാരും കുടുംബക്കാരൊന്നുമില്ലേ? ഈ ഒരു ശിഷ്യ മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ ഈ ഉസ്താദുമാരെന്നുള്ള സംഭവം എനിക്ക് വെറുക്കാൻ കാരണം അതൊക്കെ തന്നെയാണ്. ഓൾക്ക് അധികം ഒരു സ്നേഹം കാട്ടിക്കൂട്ടലായിരിക്കും. മോളെ, ഈ എന്തേ പറയണത്? അത് ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊരിക്കലും ഉസ്താദുമാരെയും മാതാപിതാക്കളൊന്നും മറക്കാൻ പാടില്ലല്ലോ. ഇവിടെ തന്നെ കൂടാനുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മതി. ഗൾഫിലേക്ക് പോകാനുള്ള ടിക്കറ്റ് വരെ എടുത്തു. എന്നിട്ടിപ്പോൾ അത് ക്യാൻസലാക്കേണ്ട അവസ്ഥ. എന്താന്നില്ലേ, വല്ലാത്തൊരു. സീനത്ത് പ്രാഗിക്കൊണ്ടിരുന്നു. മോളെ, ഇങ്ങോട്ട് പോരകത്തേക്ക്, പുറത്ത് പോയി നിൽക്കണ്ട. ഓനിങ്ങോട്ട് വന്നോളും. ഷെഫി ഉസ്താദിനെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ അവളതാ ഷെഫി ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ ഇക്ക. അവളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി. എന്താ സീനത്തെ? അല്ല, നിങ്ങളെവിടെ? ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുക്കലാണ്. എന്ത് നിങ്ങൾക്ക് അവിടെ പണി? ഞാൻ ഉസ്താദിന് തീരെ വയ്യ, അപ്പോൾ ഓക്സിജനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പറയാൻ പറ്റില്ല, ഏത് നിമിഷവും നമുക്ക് ഒരു ഖേദായി മാറും. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. കാരണം ഉസ്താദിൻ്റെ സ്ഥിതിയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ നല്ല കൂത്ത്. അല്ല, നിങ്ങൾക്കെന്താ അവിടെ റോള്? നീ എന്താ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. അതല്ല, നിങ്ങൾ മൂപ്പരെ മകനാണോ? എനിക്കൊരു സംശയം. അതോ മരുമകനാണോ? നീ എന്തീ പറയുന്നത്? ഞാൻ ആ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഉസ്താദ്. ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിൽക്കാഞ്ഞാൽ എങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടാവും? ഇപ്പം ലീവല്ലേ? ഏതായാലും ലീവല്ലെങ്കിലും ഞാൻ എൻ്റെ ഉസ്താദിനെ പരിചരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഓ, ഇപ്പോൾ ഗൾഫും ഇല്ല, വെറുതെ ടിക്കറ്റും വിസ. അതെന്താ, അതൊക്കെ ഉണ്ടല്ലോ. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇനിയും പോകാലോ, അതിനെന്താ? ഇനിയിപ്പോൾ ആ കിളവൻ്റെ അസുഖം. സീനത്തെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെന്താ വയസ്സായ ആൾക്കാരെയും വിളിക്കുക കിളവൻ എന്നല്ലാതെ? കിളവൻ കിളവി എന്നൊക്കെ വിളിക്കുന്നത് ഒരു മര്യാദയാണോ? ഒന്നുമില്ലെങ്കിൽ അതെൻ്റെ ഗുരുനാഥനല്ലേ. നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? മൂത്തവരെ ബഹുമാനിക്കണം നിനക്ക് അറിയുന്നതല്ലേ? മൂത്തവരെ ബഹുമാനിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇളയവരെ സ്നേഹിക്കണമെന്ന് കൂടി ഉസ്താദ് പഠിക്കേണ്ടതുണ്ട്. സീനത്തെ, നീ എന്തെങ്ങനെയൊക്കെ എല്ലാം പഠിച്ചോ കാണുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്. നീ ഒന്നും, എനിക്കെല്ലാം മനസ്സിലായി. ഇന്നിപ്പോൾ ഉസ്താദ് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ ഭാര്യ ഉണ്ടാവില്ലല്ലേ നിങ്ങൾക്ക് എല്ലാത്തിനും കൂട്ടിനെ? സീനത്തെ, പ്ലീസ്, നീ എന്തേ പറയുന്നത്? അനാവശ്യം പറയരുത്. ഉസ്താദിൻ്റെ ഭാര്യ അതെനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്. ഉമ്മയെ പോലെ എന്നൊക്കെ പറയും. എന്തൊക്കെ തന്നെയാലും ആ ഉസ്താദിൻ്റെ ഭാര്യ കുറച്ചൊക്കെ വലിയ കാര്യത്തായിരിക്കുമല്ലോ. സീനത്തെ, നീ ഒന്നും മിണ്ടാതിരിക്കോ ദയവായി? ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ല. എന്നും ശിഷ്യനും ഉസ്താദും ആ വീട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ ആവാലോ. എന്താണാവോ, ഉസ്താദിനെ എന്തെങ്കിലുമൊക്കെ വയ്യാക ആക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സെറ്റായതായിരിക്കും അല്ലേ? സീനത്തിൻ്റെ ആ നീചമായ വാക്കിന് മുമ്പിൽ ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു. ഇങ്ങനെയുള്ള സംസാരിക്കാതെ ഇരിക്കുകയാണ് മെച്ചം. അല്ലാതെ റബ്ബേ, വല്ലാത്തൊരു. ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തന്നെ വീണ്ടും അതാ ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. റബ്ബേ, വീണ്ടും അവൾ തന്നെ. ഉസ്താദ് ഒരു നിമിഷം നോക്കി നിന്നു. എടുക്കണോ? എന്തിന്? ഇവളുടെ വായിൽ കിടക്കുന്നൊന്നും കേൾക്കാനുള്ള ഒരു മനസ്സെനിക്കില്ല റബ്ബേ. അത്രക്കും നീചമായ രീതിയിലാണ്. വീണ്ടും വീണ്ടും അവൾ വിളിക്കുന്നു. ആരെ വിളിക്കുന്നത്? തൊട്ടടുത്തുള്ള ഉസ്താദിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നു. അത് വൈഫാണ്, എടുക്കടാ. ഹലോ, എന്താ ഫോൺ എടുക്കില്ലല്ലേ? എന്താ ഫോൺ എടുക്കാത്തത്?
അല്ലെങ്കിലും നിങ്ങളുടെ കള്ളിയൊക്കെ ഞാൻ പൊളിക്കുന്നുള്ള പേടിയായിരിക്കും. കള്ളിയോ? എന്ത് കള്ളി? ഉസ്താദിൻ്റെ ഭാര്യയൊക്കെ കൂടെയില്ലേ? അപ്പം നിങ്ങൾ അവിടെ നിൽക്കുന്നത് ശരിയാണോ? അവിടെ വേറെ ആരെല്ലാം നിൽക്കാനേ? ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അനിയനുണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല. എവിടെയാണാവോ? കുറച്ചങ്ങ് ദൂരെയാണ്. എന്തായാലും വേണ്ടിയില്ല, ഉസ്താദിൻ്റെ ഭാര്യയ്ക്കൊരു കൂട്ടായല്ലോ. നിങ്ങൾ അങ്ങനെ സീനത്തെ പ്ലീസ് ദയവായി നീ ഈ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കരുത്. ഞാൻ നിന്നോട് അത്രയ്ക്കും താഴ്ന്നിട്ടാണ് പറയുന്നത്. ഒരിക്കലും നീ എൻ്റെ ദേഷ്യത്തെ പുറപ്പെടുവിക്കരുത്. ദേഷ്യം പിശാച്ചിൽ നിന്നുണ്ടാകുന്നതാണ്. അതാണ് എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ഒരാളോട് ഇതുവരെയായിട്ട് ഞാൻ കയർത്ത് സംസാരിച്ചിട്ടില്ല. ദയവായി നീ നിൻ്റെ വാക്കുകൾ പിൻവലിക്കണം. അതായത് എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് കാണുന്ന പെണ്ണിനെ, ആ സ്ത്രീയെ ഞാനൊരിക്കലും നിൻ്റെ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. നീ ചിന്തിച്ച രീതിയിൽ നീ അപ്പോഴേക്കും എന്തൊക്കെയാണ് ചിന്തിച്ചത്? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ദയവായി നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാനില്ല. ഇല്ല, വേണ്ട. അല്ല, ഇങ്ങോട്ട് വരുന്നില്ല നിങ്ങൾ? ഞാനിവിടെ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്കറിയില്ലേ? ഉമ്മയില്ലേ കൂടെ? ഉമ്മയുണ്ട് അപ്പുറത്ത്. ഈ റൂമിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ? അപ്പോൾ ഞാൻ ഗൾഫിൽ പോയാലോ? ഗൾഫിൽ പോകുമ്പോൾ അങ്ങനെയുള്ള മൈൻഡായിരിക്കും. പക്ഷേ ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയായിരിക്കും. അതെ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ അത് പറയും. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നാൽ ഇനിയിപ്പോൾ സമാധാനത്തോടെ എനിക്ക് കിടന്നുറങ്ങാലോ. ഒരാൾ കാത്തു നിൽക്കണ്ടല്ലോ. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒട്ടും ശരിയല്ല കേട്ടോ. ഒരു ഭാര്യ ഇവിടെ ഉണ്ടായിരിക്കെ മറ്റേതോ സ്ഥലത്ത് പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ, എന്ത് നീ പറയുന്നത്? ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദിന് ആകെ ടെൻഷനാവുകയാണ്. റബ്ബേ, വല്ലാത്തൊരു തലവേദനയായിപ്പോയല്ലോ. റഹ്മാനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി അവൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ. പെട്ടെന്നതാ എന്തൊരു മെഡിസിന് വേണ്ടി ഷെഫി ഉസ്താദിൻ്റെ ഭാര്യ വിളിക്കുന്നു. ഷെഫി മോനെ, ഇതൊന്ന് വാങ്ങിയിട്ട്. പാവം, അവർ ഹിജാബ് പോലും മുഖത്ത് നിന്ന് മാറ്റാതെയാണ് ഷെഫി ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വരാറുള്ളത്. ശരിയാണ്, തൻ്റെ ഭർത്താവിൻ്റെ ശിഷ്യനാണ്. എങ്കിൽ പോലും നല്ല രീതിയിലാണ് അവർ കെയർ ചെയ്യുന്നത്. അത്രക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന ആ സ്ത്രീയെക്കുറിച്ച് മോശമായി പറഞ്ഞതിൽ ഉസ്താദിന് ശരിക്കും സങ്കടം വന്നു. ഉമ്മ, ഞാൻ കൊണ്ടുതരാം. അവൻ ആ ലിസ്റ്റ് വാങ്ങി അതാ നേരെ ഫാർമസിയിലേക്ക്. തൻ്റെ ഭാര്യ തന്നെ തെറ്റിദ്ധരിച്ച ഓരോ കാര്യങ്ങൾ റബ്ബേ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഉസ്താദിൻ്റെ ഭാര്യ സുന്ദരിയായിരിക്കാം, യുവതിയായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും എനിക്ക് അതിനെക്കുറിച്ച് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് മാത്രമാണ് ഞാൻ അവരെ കണ്ടത്, അല്ലാതെ ഒരിക്കൽ പോലും. പക്ഷെ തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ, ഉസ്താദിൻ്റെ ഭാര്യയുടെ കൂടെ സംസാരിച്ച് ഇരിക്കാനല്ലേ? റബ്ബേ, എത്ര വേദനിക്കുന്ന വാക്കുകൾ. ഒരിക്കൽ പോലും ഭർത്താവിനെ ചതിക്കാത്ത സ്ത്രീയാണ് അവരൊക്കെ. അവരെക്കുറിച്ചൊക്കെ അങ്ങനെ മോശമായി ചിന്തിക്കുന്നത് തന്നെ നമുക്ക് തെറ്റായിരിക്കും. ഇതിപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ ശരിക്കും ഷെഫി ഉസ്താദിന് മനസ്സിൽ വല്ലാതെ സങ്കടം വന്നു. അവർ ഫാർമസിയിൽ നിന്ന് അതാ മരുന്ന് വാങ്ങി. മരുന്നിനുള്ള ക്യാഷും കാര്യവുമെല്ലാം ഉമ്മ കൊടുത്തിരുന്നു. അത് വാങ്ങി തിരിച്ച് അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഉമ്മ, ഇതാ മരുന്ന്. മോനെ, ആയിക്കോട്ടെ. കുട്ടി ഇടങ്ങാറായില്ലേ? ഞങ്ങൾക്ക് ആരുമില്ല ഏട്ടടാ. കുട്ടി പഠിച്ചവനായിട്ടാണ് കുട്ടീനെ ഇറക്കി തന്നെ ഞങ്ങൾക്ക്. ഉമ്മ, നിങ്ങൾ കരയല്ലേ? നിങ്ങളിങ്ങനെ കരയല്ലേ ഉമ്മ? ഞാനുണ്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ വിഷമിക്കല്ലേ? പഠിച്ചവന് ഉപ്പയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കി തരട്ടെ. മോനെ, ദുആ ചെയ്യ്. ആരുമില്ലടാ, ഉപ്പല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. ഈ മക്കൾക്ക് ഉപ്പല്ലാതെ പിന്നെ ആരാ? പിന്നെ എൻ്റെ വലിയ മോള്, അവളങ്ങനെ പോയി, അവളെ ജീവിതം അങ്ങനെയായി. പക്ഷെ എൻ്റെ ചെറിയ പറക്കമുറ്റാത്ത മക്കൾ, അവർക്കാരുമില്ല. എനിക്ക് പുറത്തൊന്നും പോയി ശീലമായിട്ടില്ല. എനിക്ക് മോനെ ഉസ്താദ് കൊണ്ടുവരുന്നതൊക്കെ ഭക്ഷിച്ച് അവിടെയുള്ളതുമായിട്ട് കഴിയുന്ന ആളാണ് ഞാൻ. പുറത്ത് ഇതുവരെയായിട്ട് ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല. എങ്ങോട്ട് പോവുകയാണെങ്കിലും വലിയ വണ്ടിയും വാഹനവും സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഓട്ടോ വിളിച്ചല്ലാതെ കൊണ്ടുപോകാറില്ല. ഒരു ബസ്സിൽ കയറ്റാറില്ല. അത്ര കെയറിങ് ആണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എൻ്റെ ഉസ്താദ്. എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് സന്തോഷത്തിലാക്കി തന്നിട്ടേ ഉള്ളൂ. ഒരിക്കലും അദ്ദേഹം എന്നെ വേദനിപ്പിച്ചിട്ടില്ല. സത്യമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ അസുഖമൊക്കെ വന്നത് അല്ലാ നീ പെട്ടെന്ന് ഷിഫിയാക്കി തരണം മോനെ. നീ ദുആ ചെയ്യ്. ആ ഉമ്മയുടെ ആ ഒരു കണ്ണുനീർ ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകളെ നിറയിച്ചു.
ഉമ്മ നിങ്ങൾ കരയില്ലേ, പഠിച്ചോണ്ടല്ലോ നമ്മളുടെ കൂടെ. മോനെ അതാണ് ഒരു ആശ്വാസമുള്ളത്. എൻ്റെ കുട്ടി ബുദ്ധിമുട്ടാണ്, പൊയ്ക്കോ മോനെ. കല്യാണം കഴിഞ്ഞിട്ട് അതിനകത്തായിട്ടില്ലല്ലോ. പിന്നെ മോനെ ഗൾഫിലേക്ക് പോകാൻ ടിക്കറ്റൊക്കെ എടുത്തതല്ലേ, മോനെ ക്യാൻസലാക്കാതെ പൊയ്ക്കോ, അതായിരിക്കും നല്ലത്. ആ ഉമ്മ കണ്ണീരോടെയാണ് അത് ഷെഫി ഉസ്താദിനോട് പറഞ്ഞത്. പക്ഷേ ഷെഫി ഉസ്താദിന് അവിടെ വിട്ട് പോകുവാനേ തോന്നില്ലായിരുന്നു. അത്യാസന്ന നിലയിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തെ ഈ രീതിയിലാക്കി എങ്ങനെ പോകും? അദ്ദേഹം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞത് കാര്യം അത് മനസ്സിൽ നിന്ന് മായുന്നില്ല. മോനെ ഇവർക്ക് ആരുമില്ലടാ, പാവങ്ങളാണ് എൻ്റെ മക്കളും എൻ്റെ വൈഫും. എൻ്റെ കുട്ടി കൈവിടരുതിട്ടോ ഓലെ. ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അതൊരിക്കലും തൻ്റെ ശിഷ്യന് മറക്കുവാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു. പക്ഷേ ഉസ്താദിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, മോനെ കാത്തിരിക്കുന്നുണ്ടാവും ഉമ്മയും ഭാര്യയും, പൊയ്ക്കോളൂ വീട്ടിലേക്ക്, ഇവിടെ നിൽക്കണ്ട, ഇവിടെ ഞാൻ നോക്കിക്കോളാം. വേണ്ട, അത് എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും. ഉമ്മ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ. മക്കൾ അവിടെ അയൽവാസികളുടെ വീട്ടിലല്ലേ, അവരുടെ കൂടെ ഇരുന്നോളൂ, ഞാൻ എൻ്റെ ഉസ്താദിനെ നോക്കിക്കോളാം. തൻ്റെ ഭർത്താവിൻ്റെ ശിഷ്യൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോനെ വേണ്ടടാ. എന്നാൽ ഈ സമയം വീണ്ടും അതാ സീനത്തിൻ്റെ കോള്. നാണമില്ലല്ലോ മനുഷ്യ, നിങ്ങൾ അവിടെ എങ്ങനെ പോയി നിൽക്കാനേ? ഓ, ഉസ്താദിൻ്റെ ഭാര്യയോട് ഒപ്പം അങ്ങ് നിൽക്കുകയായിരിക്കും അല്ലേ? എന്ത് വേറെ ആരും ഇല്ല അവിടെ? വേഗം വന്നിട്ട് ഗൾഫിലേക്ക് പോകാൻ നോക്കി, വേറെ വല്ല ജോലിക്കും. അല്ലാതെ ഒരാളെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും നിൽക്കല്ല നിങ്ങളുടെ ജോലി. ഏതൊരു കാലത്ത് ദർസിൽ പഠിപ്പിച്ചു എന്ന് കരുതിയിട്ട് കാലാകാലം ഓലെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് അത് ഏത് കിതാബിലെങ്കിലും ഉണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഭാര്യയുടെ അടുക്കലേക്കാണ് വരേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. വിസിറ്റിങ്ങിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലല്ലേ. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ മദ്രസ തുറക്കും, വീണ്ടും മദ്രസയിലേക്ക് തന്നെയായിരിക്കും പോക്ക്. എനിക്ക് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതൊന്നും ഒരിക്കലും. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വേഗം ഗൾഫിലേക്ക് പോകാൻ നോക്കി, അല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അവനാൻ്റെ കാര്യങ്ങൾ കുറച്ച് നോക്കണ്ടേ, അല്ലാതെ എന്നും ഈ ഒരു ഉസ്താദിൻ്റെ കാര്യം കുടുംബത്തെ കാര്യം നോക്കി നടന്നാലേ എങ്ങനെ ശരിയാവോ? സീനത്തിന് ദേഷ്യം പിടിക്കുകയാണ്. പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പല അവിഹിത ബന്ധങ്ങളും അതിൽ നിന്ന് ഉടലെടുക്കും, വേണ്ടാത്തതിന് നിൽക്കണ്ട. വീണ്ടും വീണ്ടും തൻ്റെ ഭാര്യയുടെ വാക്കുകൾ കൊണ്ടുള്ള ആക്രമം കൊണ്ട് ഉസ്താദ് ശരിക്കും പൊറുതിമുട്ടി. അവൻ നേരെ അതാ ഫോൺ കട്ട് ചെയ്ത് ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ അടിക്കുന്നു. ഹലോ മോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. എന്താ എടാ, ഉസ്താദിന് എങ്ങനെയുണ്ട്? ഉമ്മ കുറച്ച് സീരിയസ് ആണ് ഉമ്മ, ദുആ ചെയ്യട്ടോ, പാവാണ് ഇവരാകെ. ഉമ്മാൻ്റെ കുട്ടി അവിടെ നിന്നോളി, അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി പ്രതീക്ഷിച്ചിട്ട് അവിടെ നിന്നോളി. കാരണം എൻ്റെ ഉസ്താദാണത്, ആരാരും ഇല്ലാത്തവരാണ് ഒരു. പിന്നെ ഓലെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ടാ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പോകുന്നതല്ലേ നിങ്ങൾ ഉസ്താദ്. ഇവിടെ വീടും സ്ഥലം വാങ്ങി നിൽക്കല്ലേ, അപ്പോൾ പിന്നെ കൂട്ടുകുടുംബങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഇല്ലാന്നോ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ നോക്കല്ലേ, നിങ്ങൾ ശിഷ്യന്മാരുണ്ടല്ലോ ഇഷ്ടം പോലെ, അങ്ങനെ ഉസ്താദിനെ നോക്കേണ്ടി വരും. അല്ല എന്താ ഉമ്മ, അത് ഞാനങ്ങോട്ട്. മോനെ എന്താ മോനെ, ഈ ഒരു അവസ്ഥയിൽ നീ പോരുന്നത് ഒട്ടും ശരിയല്ല. ഉസ്താദിനെ ആൺമക്കളായിട്ട് ചെറിയൊരു ആൺതരിയേ ഉള്ളൂ, അത് ചെറിയ മോനാണ്, വെറും 3-4 വയസ്സുള്ള. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ആണായിട്ട് ആരുമില്ലല്ലോ അവിടെ, ഒന്ന് താങ്ങാൻ തണലായി നിന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പവും പറ്റൂല. പഠിച്ചവൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം ഉണ്ടാവുള്ളൂ. ഉമ്മാൻ്റെ കുട്ടി അവിടെ നിൽക്കി. അല്ലാ, ഞാൻ എന്താ ചെയ്യുക ഉമ്മ, അത് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കുന്നത്. മോനെ എന്താ, പഠിച്ചവൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് നിൽക്ക്, ഇപ്പം തന്നെ വരല്ലേ, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയ ഒരു ഖേദാവില്ലേ മോനെ അത്. ഉമ്മ ഉപദേശിച്ചു കൊടുത്തു. അവൻ ഫോൺ കട്ട് ചെയ്തു. റബ്ബേ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഭാഗത്തുനിന്ന് ഉമ്മ പറയുന്നത് അവിടെ നിൽക്കണമെന്ന്, പക്ഷേ മറ്റുള്ളവർ പറയുന്നു, അവൾ പറയുന്നത് ഇങ്ങോട്ട് പോരണം, പെട്ടെന്ന് ഗൾഫിൽ പോകണമെന്ന്. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? അള്ളാഹുവേ, എനിക്കൊരുപാട് ക്യാഷ് കൊണ്ട് ആരെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, എൻ്റെ ശരീരം കൊണ്ട് റബ്ബേ എനിക്ക് ചെയ്യാൻ കഴിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ, എൻ്റെ ഉസ്താദിനെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരിക്കലും അദ്ദേഹത്തിന് യാതൊരു അപകടവും നീ പെടുത്തില്ല അല്ലാ. എല്ലാം നീ ഷിഫിയാക്കി കൊടുക്ക്, പാവമാണ്, ചെറിയ മക്കളും
പാവപ്പെട്ട ഒരു ഭാര്യയും അവരാകെ ബുദ്ധിമുട്ടായി പോവും അല്ലാ. അതുകൊണ്ട് നീ അവർക്ക് അദ്ദേഹത്തിന് നീ പരിപൂർണ ഷിഫ നൽക്. ഉസ്താദ് ആ നിമിഷം ദ്വാ ചെയ്തു. തൻ്റെ ഭാര്യയുടെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ ഉസ്താദിന് ഭയമാണ്. അല്ലാ, എന്തൊരു വാക്കുകളാണ് അവൾ പ്രയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് എത്രയും പെട്ടെന്ന് വിസിറ്റിങ്ങിന് വേണ്ടി പറഞ്ഞയക്കണം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. പഠിച്ചോനെ, എന്താണ് അവളുടെ പ്ലാനിങ്? എനിക്കൊന്നും മനസ്സിലാകുന്നേ ഇല്ല. പാവം ഉസ്താദിൻ്റെ ഭാര്യയെ കൊണ്ട് ഓരോ വേണ്ടാത്ത വാക്കുകൾ പ്രയോഗിച്ചത്. അള്ളാഹുവെ, നീ പുറത്തു കൊണ്ടാ. പഠിച്ചോനെ, ഒരിക്കൽ പോലും അങ്ങനെ നെഗറ്റീവായിട്ട് ഒരു ചിന്തയും ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും ഉസ്താദിൻ്റെ ഭാര്യയും അത്തരക്കാരിയല്ല. ഹറാമും ഹലാലും വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണ് അവർ. എൻ്റെ മുമ്പിലേക്ക് പോലും അവരാ നിഖാബ് താഴ്ത്താതെ ഫേസ് കാണിച്ച് വരാറില്ല. എപ്പോഴും മുഖം മറച്ചുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുവാൻ വരുമ്പോഴും മുഖം മറച്ചുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും തെറ്റായ രീതിയിൽ അവരുടെ മുഖം പോലും ഞാനൊന്ന് കണ്ടിട്ടില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉസ്താദിൻ്റെ ഭാര്യ സുന്ദരിയാണ് എന്നൊക്കെ. അത് ഒരിക്കലും ഞാൻ അതുപോലും കാണുവാൻ ശ്രമിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരുടെ ഭാര്യമാർ അവരൊക്കെ കണ്ടതൊക്കെയാണ് പറയുന്നത്. അല്ലാ, ഉമ്മ എന്ന സ്ഥാനത്തിനപ്പുറമായിട്ട് ഞാൻ അവരെ തെറ്റായ രീതിയിൽ കണ്ടിട്ടേ ഇല്ല. എൻ്റെ ഭാര്യയ്ക്ക് നീ പുറത്ത് കൊടുക്കല്ല. അവൾ വേണ്ടാത്തത് പലതും പറഞ്ഞു കഴിഞ്ഞു ഉസ്താദിൻ്റെ ഭാര്യയെക്കുറിച്ച്. റഹ്മാനെ, നീ പുറത്ത് കൊടുക്ക്. കണ്ണീരോടെ ഉസ്താദ് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ, നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെയൊക്കെ ജീവിതം ഇനി എന്തായിത്തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.